ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ യോഗ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ചന്ദ്രമതിക്ക് രേവതി കൊണ്ടുവന്ന് ചായ കൊടുക്കുകയാണ്. അപ്പോൾ ശ്രുതിയോട് ചോദിക്കുകയാണ്, മോളെ ഞാൻ ഈ ചായ ഒന്ന് കുടിച്ചോട്ടെ എന്ന്. അപ്പോൾ ശ്രുതി തലയൊക്കെ ഇളക്കിയാണ്. അങ്ങനെ രേവതിയുടെ കയ്യിൽ നിന്ന് ചായ മേടിച്ച് കുടിക്കാനായിട്ട് തുടങ്ങി. അപ്പോഴേക്ക് രേവതി അവിടെ നിന്ന് പോവുകയാണ്. അപ്പോഴേക്കും ചന്ദ്രമതിയാണെങ്കിൽ ചായ വായിൽ വെച്ചത് ഒറ്റ തൊപ്പ്. രേവതി ഞെട്ടിപ്പോയി. രേവതി ഞെട്ടിത്തിരിഞ്ഞ് നോക്കുകയാണ്, എന്താ കാര്യമെന്ന്. എടി, നീ എനിക്ക് ചായയാണോ കൊണ്ടുവന്നത് അല്ലെങ്കിൽ കഷായമാണോ കൊണ്ടുവന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, എന്തമ്മേ, ചായ തന്നെ ഞാൻ കൊണ്ടുവന്നത്. ഇത് ചായ എന്ന് പറയാൻ പറ്റുമോ? ഇത് മുഴുവൻ കഷായം പോലെയാണ് ഇരിക്കുന്നത്. അമ്മ, അത് പിന്നെ അമ്മക്കിപ്പോൾ എക്സസൈസും യോഗയൊക്കെ ചെയ്ത് ശരീരം മുഴുവൻ വേദനയല്ലേ. അച്ഛൻ എന്നോട് പറഞ്ഞായിരുന്നു. ആ സമയത്ത് ഞാൻ കുറച്ച് ഇഞ്ചിയും അതൊക്കെ കുറച്ച് പച്ചമരുന്നുകളൊക്കെ ഇട്ട്, അത്രേ മാത്രമേ ഉള്ളൂ. അയ്യടാ, എനിക്ക് പച്ചമരുന്നുകളൊക്കെ ഇട്ട് തരാം. നീ എന്താടി ഡോക്ടറാണോ? നീ എൻ്റെ മുന്നിൽ ഡോക്ടർ കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിന്നോട് ഞാൻ എന്താണ് ചോദിച്ചത് അതുമാത്രം നീ എനിക്ക് തന്നാൽ മതി. അല്ലാതെ കൂടുതൽ അഭ്യാസങ്ങളൊന്നും എൻ്റെ മുന്നിൽ വേണ്ട രേവതി എന്ന് പറയുകയാണ്. ഓഹോ അമ്മേ, ഞാൻ അമ്മയ്ക്ക് ചായ തന്നെയാണ് കൊണ്ടുവന്നത്. നല്ലത് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. അമ്മയുടെ ശരീരവേദനയൊക്കെ മാറട്ടെ എന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ ചായ കൊണ്ടുവന്നത്. ഇത് കിട്ടഞ്ഞപ്പോഴേക്കും കണ്ടോ, ഒരു തുള്ളി മധുരം പോലും ഇതിൽ. നീ ഇതിൽ പഞ്ചസാര ഇട്ടില്ലേ? ഞാനതിൽ മധുരം ഇട്ടതാണ്. ഒരു തുള്ളി പോലും മധുരം ഇട്ടിട്ടില്ല. ഞാനേ ഷുഗർ പേഷ്യൻ്റ് ഒന്നും അല്ല. എനിക്ക് യാതൊരു അസുഖവും ഇല്ല. നീ എന്നെ അസുഖക്കാരിയാക്കാതെ ഇരുന്നാൽ മാത്രം മതി. ഒരു പഞ്ചസാര പോലും ഇട്ടാതെ അവൾ വന്നിരിക്കുന്നു. ഇത് കിട്ടഞ്ഞപ്പോഴേക്കും അമ്മ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ, അമ്മ ഇങ്ങനെ ചൂടാവല്ലേ. അമ്മക്ക് ഷുഗർ എല്ലാ അസുഖങ്ങളും വരും. നീ എന്താ എന്നെ പരിഹസിക്കുകയാണോ? എന്നെ പരിഹസിക്കാനായിട്ട് നിൽക്കരുത് അമ്മ. ഞാൻ അമ്മനെ പരിഹസിച്ചതെന്നല്ല, സത്യോ പറഞ്ഞത്. ഇങ്ങനെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലാത്ത അസുഖങ്ങളെല്ലാം കയറി വരും. അതാ പറഞ്ഞത്. നീയേ കൂടുതൽ അഭ്യാസമൊന്നും കാണിക്കണ്ട. വേണമെങ്കിൽ കുടിക്ക്, അല്ലെങ്കിൽ അവിടെ വെച്ചേരെ. എനിക്കേ അടുക്കളയിൽ ജോലിയുണ്ട്, ഞാൻ ജോലി ചെയ്യട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഈ രേവതി പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രമതിയുടെ കയ്യിലിരുന്ന ചായക്കപ്പെടുത്ത് ഒറ്റ ഏറി. അപ്പോൾ രേവതിക്ക് ആകെ സങ്കടം തോന്നി, ഭയങ്കര ദേഷ്യം തോന്നി. അതിലപ്പുറം എന്തിനാ അമ്മ എന്തിനാ ഈ ചായ വലിച്ചെറിഞ്ഞത്? എനിക്ക് ചായ വേണ്ടെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ ആ ചായ നിലത്തൊഴിച്ച് കളഞ്ഞു. ഇത് നിലത്തൊഴിച്ച് കളഞ്ഞല്ലല്ലോ ചെയ്തത്, ഇത് വലിച്ചെറിയല്ലേ ചെയ്തത്. അമ്മേ, ഒരല്പമെങ്കിലും മര്യാദ വേണോ അമ്മേ? എന്താമ്മേ കാണിച്ചു കൂട്ടിയത്? ഈ ചായപ്പൊടിയും പഞ്ചസാരയും ശർക്കരയും ഒന്നൊന്നും വെറുതെ കിട്ടില്ല, എല്ലാം കാശ് കൊടുത്ത് തന്നെ മേടിക്കുകയാണ്. കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ചന്ദ്രമതി, നീയല്ലല്ലോ കാശ് കൊടുത്ത് മേടിച്ചത്. പിന്നെന്തിനാ കൂടുതൽ ഇങ്ങനെ പറയാനായിട്ട് നിൽക്കുന്നത്? അല്ല, പക്ഷേ എൻ്റെ ഭർത്താവ് അധ്വാനിച്ചു കൊണ്ടുവന്ന പൈസ കൊണ്ട് മേടിച്ചാണ്, മനസ്സിലായോ അമ്മേ? അപ്പം ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ശ്രീകാന്ത് ഓടി വരികയാണ്. അപ്പം ശ്രീകാന്ത് ചോദിക്കണം, എന്താ ഇവിടെ ഒരു ബഹളം എന്ന് ചോദിച്ചപ്പോഴേക്കും ശ്രീകാന്ത് നോക്കിക്കഴിഞ്ഞപ്പോഴേക്ക് ചായയൊക്കെ ചെതറിക്കിടക്കുകയാണ്, കപ്പും ചെതറിക്കിടക്കുകയാണ്. എന്താമ്മേ കാണിച്ചത്? അവളോട് ഞാനൊരു കോഫി കൊണ്ടുവരാൻ പറഞ്ഞപ്പോഴേ അവളെനിക്ക് കഷായം കൊണ്ടുവന്നിരിക്കുന്നു. പിന്നെ എന്താ ചെയ്യേണ്ടത്? ഇവൾക്കേ അഹങ്കാരം കൂടി വരികയാണ്. അമ്മയ്ക്ക് നാണം ഉണ്ടോ അമ്മ ഇങ്ങനെയൊക്കെ പറയാനായിട്ട്? ഏട്ടത്തി ആയതുകൊണ്ടാണ് ഇതെല്ലാം ക്ഷമിച്ചത്. വേറെ വല്ലായിരുന്നെങ്കിലല്ലേ ഇവിടെ കണ്ടാനായിരുന്നു കളി. നിങ്ങൾ ഇത്രയൊക്കെ ചെയ്തു കൂട്ടി, എന്നിട്ട് നിങ്ങളോടൊരു എതിർവാക്ക് പോലും പറയില്ല. ഏട്ടത്തി ഇത് കണ്ടല്ലോ, ശ്രുതിയേട്ടത്തി ഇതെല്ലാം കണ്ടല്ലേ, എന്നിട്ട് എന്തൊരു അക്ഷരം പോലും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നത് എങ്ങനെ തോന്നുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ ശ്രീകാന്തേ, അമ്മേ, ഇതൊക്കെ നമുക്ക് കുറച്ച് അധിക പ്രസംഗമായി പോകുന്നുണ്ട്. ഇതൊന്നും ക്ഷമിക്കാനായിട്ട് പറ്റില്ല. അമ്മ കാണിച്ചത് മുഴുവനും ധിക്കാരം തന്നെയാണ്. അതൊന്നും ഒരിക്കലും ക്ഷമിക്കാനായിട്ട് പറ്റില്ല. നീ ക്ഷമിക്കണ്ടാ. നീ എന്താ അവൾക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണോ? ഞാൻ ആർക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കില്ല. പക്ഷെ ചില കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അത് കണ്ണും പൂട്ടി നിൽക്കാനായിട്ട് പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് വായിട്ടെത്തി എന്നും പറഞ്ഞുകൊണ്ട് രേവതിയെ വിളിച്ചെടുത്ത് താഴത്തേക്ക് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് രേവതിയോട് ചോദിക്കണം, എന്തിനാണ് ഏട്ടത്തി, എന്തിനിതൊക്കെ ഇങ്ങനെ സഹിക്കുന്നത്? നല്ല പ്രതികരിച്ചൂടെ? ഇങ്ങനെ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? ഇതെല്ലാം കേട്ട് ശീലമായി ശ്രീകാന്തേ. എന്ത് ചെയ്യാനാണ്, എൻ്റെ ഭർത്താവ് തന്നെ എന്നെ അവഗണിക്കുന്നു. പിന്നെ ഇവരവഗണിച്ചാൽ എന്താ, ഇല്ലെങ്കിൽ എന്താ? അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ ചിന്തിക്കാറ് പോലുമില്ല. ഇതെല്ലാം എൻ്റെ തലവിധി. എൻ്റെ ഭർത്താവ് കണ്ടില്ലേ, എന്നെ ഒറ്റപ്പെടുത്തിയിട്ടല്ലേ പോകുന്നത്. ഇവിടെ വന്നാലും കുറ്റപ്പെടുത്തലുകൾ മാത്രമേ ഉള്ളൂ. ഞാൻ എല്ലാം സഹിക്കാൻ തയ്യാറാണ് ശ്രീകാന്തേ, അല്ലാതെ വേറൊന്നും എനിക്ക് പറയാനായിട്ട് പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് രേവതിയോടൊന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ശ്രീകാന്തിന് ഭയങ്കര സങ്കടം തോന്നുകയാണ്. ഏട്ടത്തിക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നല്ലോ എന്നൊക്കെ ആലോചിച്ച്. അങ്ങനെ ശ്രീകാന്ത് റെസ്റ്റോറൻറ്റിലെത്തുകയാണ്. റെസ്റ്റോറൻറ്റിലെത്തിയിട്ട് ഒരു പുതിയ തരം കേക്ക് ഉണ്ടാക്കി ഇങ്ങനെ മേശപ്പുറത്ത് വെച്ചിരിക്കുകയാണ്. 2 എടുത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഒരു ഷെഫ് വന്നിട്ട്, ആഹാ ശ്രീകാന്തേ,
നീ ഇന്നും വെറൈറ്റി തന്നെയാണല്ലോ ഉണ്ടാക്കിയിരിക്കുന്നത്. മനസ്സിലായി മനസ്സിലായി. ഇന്നും നിന്റെ ഗേൾ ഫ്രണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഒന്ന് പോടാ. അവളെൻ്റെ ഗേൾ ഫ്രണ്ട് എന്നല്ല, ജസ്റ്റ് ഫ്രണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ഫ്രണ്ട്, അവള് വരുമ്പോഴേ നിന്റെ മുഖത്ത് സന്തോഷമൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മറ്റൊരു കസ്റ്റമറെയും നീ ആ സമയത്ത് നോക്കാറില്ല, ഇവളെ മാത്രമാണ് നോക്കുന്നത്. എന്താ, നിങ്ങൾ തമ്മിൽ ലവ് ആണോ എന്ന് ചോദിക്കുകയാണ്. ദേ മിണ്ടരുതട്ടാ, അങ്ങനെ ലവ് ഒന്നുമില്ല, ഒരു ഫ്രണ്ട് മാത്രം. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഫ്രണ്ട്, മനസ്സിലായി മനസ്സിലായി, എല്ലാ കാര്യങ്ങളും മനസ്സിലായി. അങ്ങനെ നമ്മുടെ ശ്രീകാന്തിൻ്റെ ഒരു ചിരിയൊക്കെ വരികയാണ്. അപ്പോൾ ശ്രീകാന്ത് ആ കേക്കിലേക്ക് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. കേക്കിലേക്ക് നോക്കി നിൽക്കുമ്പോഴും ശ്രീകാന്ത് അവളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. അവളെക്കുറിച്ച് ഓരോരോ കാര്യങ്ങളും ചിന്തിച്ചിങ്ങനെ ആലോചിക്കുമ്പോഴാണ് പെട്ടെന്ന് അവളങ്ങോട്ട് വരുന്നത്. അപ്പോൾ അവളോട് വന്നിട്ട് ഈ ശ്രീകാന്തിൻ്റെ പിന്നാലെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ശ്രീകാന്തിൻ്റെ പിന്നാലത്ത് നിന്നിട്ട് ഫോൺ വിളിക്കുകയാണ്. ഫോൺ വിളിച്ചിട്ട് എവിടെയാ നീ, എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കോ, അയ്യോ ശ്രീകാന്തേ, എനിക്കൊന്നും വരാനായിട്ട് പറ്റില്ല. അയ്യോ അതെന്താ വരാൻ പറ്റാത്തത്? അതു പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിൻ്റെ കയ്യിൽ നിന്ന് ഒറ്റ ഫോൺ മേടിക്കില്ല. ഞാനിവിടെ എത്തിയേ എന്ന് കൊണ്ട് പറയുകയാണ്. ഇവിടെ എത്തിയിട്ട് എന്നെ ഇരുന്ന് കളിപ്പിക്കുകയായിരുന്നല്ലേ? ദേ ഇത് കണ്ടോ, നിനക്ക് വേണ്ടി പുതിയ തരം 2 കേക്ക് ഉണ്ടാക്കിയതാ ഞാൻ. നോക്കി, എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവളാണെങ്കിൽ അത് ടേസ്റ്റ് ചെയ്യണം. എൻ്റെ അമ്മോ, അടിപൊളി, ഇത്രയും നല്ല ടേസ്റ്റ് ആണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ, അടിപൊളിയായിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ശ്രീകാന്തേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് പാർട്ട്ണർ ആയാലും എന്താ കുഴപ്പം? അപ്പോൾ ശ്രീകാന്തിൻ്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടി. ശ്രീകാന്ത് വിചാരിച്ചത് കല്യാണം കഴിച്ചാലോ എന്നാണ് ചോദിക്കുന്നതെന്ന്. അപ്പോൾ ഇവളാണെങ്കിൽ ശ്രീകാന്തിനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്തെങ്കിലും നോക്കുന്നത്? അല്ല, നീ പറയുന്നത് ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് ഈ റെസ്റ്റോറൻറ്റിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഒന്ന് കൂടിയാലോ എന്ന്, പുതിയ റെസ്റ്റോറൻറ്റ് ഇട്ടിട്ട്. അങ്ങനെ, എന്താ അത് പറ്റില്ലേ? നീ എന്നോട് പറഞ്ഞില്ലായിരുന്നോ നമുക്ക് അങ്ങനെ ഒരു പ്ലാൻ ചെയ്യാമെന്ന്? അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. പക്ഷേ അത്ര പെട്ടെന്നൊന്നും ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ, കാരണം എൻ്റെ കയ്യിൽ അത്ര പൈസയൊന്നുമില്ല. ഫിനാൻഷ്യൽ പ്രോബ്ലം ആണെങ്കിൽ നീ അതൊന്നും ചിന്തിക്കേണ്ട ശ്രീകാന്തേ, അതൊക്കെ ഞാൻ ഏറ്റു. റെസ്റ്റോറൻറ്റ് മാത്രം തുടങ്ങിയാൽ മതി. അല്ല, ഇപ്പം റെസ്റ്റോറൻറ്റ് തുടങ്ങണമെന്ന് എന്താ നിർബന്ധം? നിന്റെ പുതിയ പുതിയ ഡിഷസൊക്കെ എനിക്ക് കഴിക്കാമല്ലോ. അതിന് പുതിയൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങണമെന്നുണ്ടോ? ഇവിടെ വന്ന് കഴിച്ചാലും പോരെ? അങ്ങനെയല്ല, ഇതൊരു ലാഭക്കച്ചവടമാണ്. നിന്റെ പുതിയ പുതിയ ഡിഷസൊക്കെ ഉണ്ടാക്കി എല്ലാ കസ്റ്റമറിനൊക്കെ കൊടുത്ത് അവരുടെ സന്തോഷം കണ്ട് നല്ല ലാഭക്കച്ചവടം, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ രണ്ടുപേരും കൂടി തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. ഇപ്പം അങ്ങനെ തുടങ്ങാൻ പറ്റിയൊരു മാനസികാവസ്ഥയിലല്ല ഞാൻ. ഇത് കേട്ടിഞ്ഞപ്പോഴേക്കും, എന്താ ശ്രീകാന്ത്, നിനക്ക് എന്ത് പറ്റി? മുഖത്ത് ഭയങ്കര ഒരു സങ്കടം ഉണ്ടല്ലോ. അതേന്നേ, ഏട്ടത്തിയുടെ കാര്യം ആലോചിച്ചിട്ടാണ് എനിക്കാകെ സങ്കടം. രേവതി ഏട്ടത്തിയെ, സച്ചിയേട്ടൻ്റെ ഓരോ സ്വഭാവങ്ങളെ എന്നൊക്കെ പറഞ്ഞ് സച്ചിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ മുഴുവനും, അവിടെ ഡീറ്റെയിൽസ് മുഴുവനും പറയുകയാണ്. അന്ന് രേവതിയെ തെറ്റിദ്ധരിച്ചതും, രേവതി പോലീസുകാർ സച്ചിയെ പിടിച്ചതും, ഗുണ്ടകളായിട്ട് തല്ലുകൂടിയതും ഒക്കെ ഉണ്ടായ കാര്യങ്ങൾ മുഴുവനും. ഇപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴേക്കും ഇവളാണെങ്കിൽ, അല്ല, രേവതേച്ചി ചെയ്താണ് ശരി, രേവതേച്ചിയുടെ കയ്യിൽ ഒരു തെറ്റുമില്ല, പക്ഷേ ഇതെങ്ങനെ പരിഹരിക്കുമെന്ന് എനിക്കറിയില്ല. ഏട്ടത്തി ആകെ സങ്കടപ്പെട്ടിരിക്കുന്നത്, എല്ലാവരുടെ കയ്യിൽ നിന്ന് അവഗണനയാണ് മേടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യണമെന്ന് പാവത്തിന് പോലും ഒന്നും അറിയില്ല. ഞാനൊരു കാര്യം പറയട്ടെ ശ്രീകാന്തേ, ഒരു ഗുഡ് ഐഡിയ. നീ അവരെ, ഏട്ടനെയും ഏട്ടത്തെയും ഈ റെസ്റ്റോറൻറ്റിലേക്ക് വിളിക്ക്, എന്നിട്ട് നിന്റെ വക ഒരു ട്രീറ്റ് കൊടുക്ക്. അപ്പോൾ അവരിവിടെ കുറച്ചു നേരം സമയം സ്പെൻഡ് ചെയ്യട്ടേന്നേ. അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം അവർ പറയും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു നേരം അവർക്ക് സംസാരിച്ചൊക്കെ നിൽക്കാമല്ലോ. അപ്പോൾ ഇപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളും സംശയങ്ങളും ഒക്കെ തീരും. അങ്ങനെ മനസ്സുറക്കാലോ. അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും, കൊള്ളാലോ, ഇത് നല്ലൊരു ഐഡിയ ആണല്ലോ. ഏതായാലും ഇനി ഞാൻ അവരെ വിളിക്കാം, കൊടുകൈ എന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കൂടി കൈ കൊടുക്കുകയാണ്. ഭയങ്കര സന്തോഷത്തോടെ അവിടെ പിരിയുകയും ചെയ്യുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സച്ചിയാണെങ്കിൽ കാറ് തൂത്ത് തുടച്ച് വൃത്തിയാക്കിയാണ്. അപ്പോഴാണ് സച്ചിയുടെ കൂട്ടുകാരൻ അങ്ങോട്ട് വരുന്നത്. എടാ സച്ചി, ഇതെന്താടാ, നീ എന്താ ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നത്? നിനക്കെന്താ ഒന്നും പോവണ്ടേ? നീ എന്ത് പരിപാടിയാണ് കാണിച്ചത് എന്ന് ചോദിക്കണം. നീ എന്തിനാണ് അവരെ ഫ്രീ ആയിട്ട് കയറ്റിക്കൊണ്ടുപോയത്? എടാ, അത് വേറൊന്നുമല്ല, ആ പെൺകുട്ടി അവളുടെ അമ്മയെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയായിരുന്നു. കയ്യിൽ പൈസ എന്നുള്ളത് എനിക്ക് തോന്നി. ഒരു പാവപ്പെട്ട ഒരു പെണ്ണാണ്. പിന്നെ അവരുടെ കയ്യിൽ നിന്ന് ഞാൻ പൈസ ഒന്നും മേടിച്ചില്ല. നീ ഇങ്ങനെ പരോപകാരിയായിട്ട് നടന്നോ സച്ചി? ലാസ്റ്റ് നിനക്കൊന്നും ഇല്ലാതെയാവും. ഇവിടെ പണമുള്ളവരുണ്ട് പണം കൊടുക്കാനായിട്ട്, നിന്റെ കയ്യിൽ പണമൊന്നുമില്ലല്ലോ. അപ്പം നീ കൂടുതൽ സഹായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കഴിഞ്ഞപ്പോഴേക്കും പണമുള്ളവൻ വേറെ രീതിയിൽ, പണം ഇല്ലാത്തവന് വേറെ രീതിയിൽ,
അങ്ങനെ വേറെ വേറെ ചിന്താഗതിയായിട്ട് ജീവിക്കാനായിട്ട് എന്നെക്കൊണ്ട് പറ്റില്ല. ദേ ഇപ്പം തന്നെ കണ്ടില്ലേ, ഒരാളവിടെ മുങ്ങിച്ചാവാനായിട്ട് തുടങ്ങി കഴിയാൻ നേരത്ത് അവൻ രക്ഷിക്കട്ടെ, ഞാൻ രക്ഷിക്കണില്ല, അടുത്തുള്ളവനുണ്ടല്ലോ അതുകൊണ്ട് അവൻ രക്ഷിക്കട്ടെ എന്നൊന്നും പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാനായിട്ട് എനിക്ക് സാധിക്കില്ല. ഇപ്പം നീ പറഞ്ഞത് അതേപോലെ തന്നെയാണ്. പണമുള്ളവൻ രക്ഷിക്കട്ടെ, പണമില്ലാത്തവൻ രക്ഷിക്കണ്ട, അങ്ങനെയൊന്നും എനിക്ക് ചിന്തിക്കാനായിട്ട് പറ്റില്ല. നീ ഇങ്ങനെ ചിന്താഗതിയായിട്ട് നിന്നോ, പക്ഷേ നിനക്ക് എന്തോരം കടങ്ങളുണ്ട്, ആ കടങ്ങളെല്ലാം വീട്ടണ്ടേ? നീ എങ്ങനെ കടങ്ങളെല്ലാം വീട്ടും? ഈ വണ്ടി ഓടിച്ച് കിട്ടുന്ന പൈസയെ തുച്ഛം, വീട്ടു ചിലവിന് പോലും തികയില്ല. അതിനിടയ്ക്ക് അവൻ നാട്ടുകാരെ സഹായിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. എടാ കടങ്ങളൊക്കെ വീട്ടുവടാ. ഏതായാലും രാത്രിയും കൂടി ഓട്ടോ ഓടിക്കണം, അപ്പം എന്തെങ്കിലുമൊക്കെ തടയുമായിരിക്കും. എങ്ങനെയെങ്കിലും കടം വീട്ടിയല്ലേ മതിയാവുള്ളൂ എന്നൊക്കെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ശ്രീകാന്ത് അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ശ്രീകാന്തിനെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും സച്ചി അങ്ങോട്ട് ചെന്നിട്ട് എന്താടാ ഇപ്പം ഇങ്ങോട്ട് വന്നത്? ഒന്നുമില്ലേട്ടാ, ഞാൻ ഏട്ടനെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ കൂട്ടുകാരനാണെങ്കിൽ ഏതായാലും നിങ്ങൾ രണ്ടും കൂടി സംസാരിക്കും, ഞാൻ അങ്ങോട്ട് മാറിയേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ്. എടാ വാടാ ചായ കുടിക്കാം. എനിക്ക് വേണ്ട ഏട്ടാ, ഏട്ടൻ വേണമെങ്കിൽ പോയി ചായ കുടിച്ചു ഏട്ടാ. വേണ്ട അല്ല, നീ എന്താ ഇപ്പം ഇങ്ങോട്ട് വന്നത്? ഒന്നുമില്ല ഏട്ടാ, ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാൻ വേണ്ടി വന്നാണ്. ഏട്ടനിന്ന് ജോലിയൊന്നും ഇല്ലായിരുന്നോ? കുറവാടാ, പിന്നെ ഭക്ഷണം കഴിക്കാനൊന്നും പോകുന്നില്ല, ഇവിടെ തന്നെ നിൽക്കാം. എന്തെങ്കിലും ഓട്ടം കിട്ടിയാലോ, എന്തിനാ വെറുതെ ഓട്ടം വേസ്റ്റ് ആക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. എടാ ഞാനൊരു കാര്യം നിന്നോട് പറയാം, എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ചതാണ്. എടാ യാതൊരു കാരണവശാലും കല്യാണം കഴിക്കരുത്. കല്യാണം കഴിച്ചാൽ നിന്റെ ജീവിതം കട്ടപ്പോകയാവും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഏട്ടൻ ഇങ്ങനത്തെ ഒരു ചിന്താഗതി മാറണം കേട്ടാ. ഏട്ടനത് അതുകൊണ്ട് നല്ലൊരു ഭാര്യ കിട്ടിയില്ലേ, രേവതി എടുത്തിയ പോലെ ഒരു ഭാര്യ. ഭാര്യ അവളെന്നോട് മറച്ചു വെച്ച് പല സത്യങ്ങളും, അത് നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ. അവളെന്നോട് പറഞ്ഞിരുന്നെങ്കിലേ എനിക്ക് ഈ ഒരു ഗതി വരില്ലായിരുന്നു, എല്ലാ തെളിവുകളും നേരത്തെ കൊണ്ട് കൊടുക്കായിരുന്നു. ഇപ്പം എന്താ എൻ്റെ അവസ്ഥ കണ്ടില്ലേ, പെരുവഴിയിലായവളൊരു അവസ്ഥയാണ് ഏട്ടാ. അങ്ങനെ സംസാരിക്കരുത് ഏട്ടാ. ഏട്ടത്തി എന്ത് തെറ്റാ ചെയ്തത്? ഏട്ടത്തി അങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഏട്ടനോട് ഞാൻ സത്യങ്ങളെല്ലാം മറച്ചു വെച്ചില്ലേ, എന്നിട്ട് എന്താണ് ഏട്ടൻ എന്നോട് ചോദിക്കാത്തത്? ഏട്ടൻ എപ്പോഴും ഏട്ടത്തിയെ അവഗണിച്ചത് കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഏട്ടത്തിയുടെ കാര്യമൊന്ന് ആലോചിച്ച് നോക്കേട്ടാ. അമ്മയുടെ സ്വഭാവം അറിയാലോ, എന്തിനും ഏതിനും ഏട്ടത്തിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഇരിക്കുള്ളൂ. അതിനിടയിൽ ഇപ്പൊ പുതിയ മരുമകളും കൂടി വന്നിട്ടുണ്ട്. അവരുടെ മുന്നിലും എല്ലാവരുടെ മുന്നിലും ഏട്ടത്തി ഭയങ്കര ഒരു നാണം കെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചെല്ലുമ്പോഴേക്കും ഏട്ടനാണെങ്കിൽ ഏട്ടൻ്റെ വക ചീത്ത പറയുന്നു. എല്ലാം സഹിച്ച് ആ പാവം നിൽക്കുന്നില്ലേ, എങ്ങും ഇറങ്ങി പോകുന്നില്ലല്ലോ. ഏട്ടനോട് എപ്പോഴെങ്കിലും പരാതി പറയാനായിട്ട് വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ, വന്നിട്ടില്ലല്ലോ. ഏട്ടനല്ലേ എപ്പോഴും പരാതി പറയുന്നത്. ഏട്ടൻ എന്തോരം ചീത്ത പറയുന്നത്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചിയുടെ മുഖഭാഗം ആകെ ഒന്ന് മാറുകയാണ്. ചെറിയൊരു സ്നേഹമൊക്കെ നമ്മുടെ രേവതിയോട് തോന്നി തുടങ്ങുകയും ചെയ്തു. അത് തന്നെയാണ് ഏട്ടാ ഞാൻ പറയുന്നത്. ഇനിയെങ്കിലും ഏട്ടത്തിയെ വേദനിപ്പിക്കാതിരിക്കുക. ആ പാവം അവിടെ തനിച്ചായ പോലെയാണ്. ഭർത്താവിൻ്റെ സ്നേഹമല്ലേ എപ്പോഴും വേണ്ടത് ഭാര്യയ്ക്ക്. ഭർത്താവിനെ അവഗണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ കുടുംബത്തിലുള്ളവർ മര്യാദ കൊടുക്കോ? ഇല്ലല്ലോ. ഈ കാര്യത്തിൽ ഏട്ടത്തി ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഏട്ടൻ രക്ഷിച്ച് മാത്രമേ ഉള്ളൂ. ഈ കാര്യത്തിൽ ഞാൻ തെറ്റുകാരനാണല്ലോ. എന്നിട്ട് ഒരു വാക്കുകൊണ്ട് പോലും ഏട്ടനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ നിങ്ങൾ രണ്ടുപേരുടെയും തമ്മിലുള്ള പിണക്കം മാറ്റണം. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഏട്ടൻ ചെയ്യോ എന്ന് ചോദിക്കണം. എന്താ ചെയ്യേണ്ടത്? അതെ, ഏട്ടത്തി പോയി വിളിച്ചിട്ടെ റെസ്റ്റോറൻറ്റിലേക്ക് വാ. റെസ്റ്റോറൻറ്റിലേക്കോ? എന്തിന്? ഞാനെന്തിനാ റെസ്റ്റോറൻറ്റിലേക്ക് വരുന്നത്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ട്രീറ്റ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ട്രീറ്റ് കഴിക്കാനായിട്ട് നിങ്ങൾ രണ്ടുപേരും വന്നം. അതൊന്നും ശരിയാവില്ലടാ. അതിൻ്റെ കാര്യമൊന്നുമില്ല. വന്നില്ലെങ്കിൽ ഞാൻ ഏട്ടനോട് മിണ്ടില്ല, അത് ഉറപ്പുള്ള കാര്യം തന്നെ. ഓഹോ, നീ ചെറുതിലെ മുതൽ ഇങ്ങനെയാണല്ലോ, മിണ്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് എന്നെ ഭീഷണിപ്പെടുത്തല്. അങ്ങനെയാണല്ലോ ഞാൻ വീഴുന്നത്. ശരി, എങ്കിൽ പിന്നെ ഞാൻ വന്നേക്കാം എന്നവിടെ സംസാരിക്കുകയാണ്. അപ്പം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ശ്രീകാന്തിന് ഭയങ്കര സന്തോഷം തോന്നിക്കണം. അപ്പോൾ ശ്രീകാന്ത് ഓടി ചെന്ന് നമ്മുടെ സച്ചിയെ കവളിലൊരു ഉമ്മം കൊടുക്കുകയാണ്. ഇവൻ്റെ ഒരു കാര്യം ശരിയേട്ടാ. എങ്കിൽ പിന്നെ നമുക്ക് ഇനി റെസ്റ്റോറൻറ്റ് കാണാം കേട്ടോ. ഏട്ടത്തിയായിട്ട് വന്നേ, ഇത് ഞാൻ ഏട്ടനോട് പറയുന്ന വാക്കാണ് കേട്ടോ. ശരിയടാ, വരാടാ. അങ്ങനെയും പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് പോയി കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് ഭയങ്കര സന്തോഷം. സച്ചി അങ്ങനെ രേവതിയെ സ്നേഹിച്ചു തുടങ്ങിയാണ്. ഇനിയാണ് ചന്ദ്രമതിയുടെ അന്ത്യം കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് എല്ലാവരും കാത്തിരിക്കണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി, നമസ്കാരം. താങ്ക് യു. സീ അഗെയിൻ. ബൈ ബൈ.